ഇന്ന് വൈകിട്ട് എല്ലാവർക്കും സാൻഡ്വിച്ച് മതിയെന്ന് പറഞ്ഞു. എന്നാൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാക്കാന്ന് വെച്ചിട്ട് ഞാനൊരു 3 ക്യാരറ്റ്, ചെറുതാണേ, 3 ക്യാരറ്റ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ചെറുതായിട്ട് സോൾട്ട് ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുവാണേ, അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റിന് മാത്രം. ഒരു ഒത്തിരി ഒന്നും ഇടുന്നില്ല, ഒരു ശകലം, ഒരു പിഞ്ച് ഉപ്പ് ഇത്ര ഇടുന്നുള്ളൂ. ബട്ടറിനൊക്കെ ഉപ്പുണ്ടല്ലോ, ഉപ്പുള്ള ബട്ടറായത്. നമുക്ക് ഇതിന്റെ പച്ച ചവ ഒന്ന് മാറുന്നത് വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. വേഗം ഒന്നും വേണ്ട ഒത്തിരി കേട്ടോ, ഇങ്ങനെ അതിന്റെ പച്ച ചവയൊന്ന് മാറിയാൽ മതി. ഇത്രയും മതിയേ. ഞാൻ ഇതിങ്ങോട്ടേക്ക് എടുക്കുക. അതിന്റെ പച്ച ചവയൊന്ന് മാറിയാൽ മതി, അതൊന്നും വെന്ത് പോകണ്ട. വെന്ത് പോയാൽ ആ ക്യാരറ്റിന്റെ ഗുണമെല്ലാം പോകുമല്ലേ. അതുപോലെ തന്നെ ഞാൻ ഒരു മുറി ബീട്രൂട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലോട്ടൊന്ന് ഇട്ടെടുക്കുവാണേ. ഇതിലോട്ട് ഇടുക. ഇത് മതിയേ, ഇത് ഓൾറെഡി വെന്തതായിരുന്നു. ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ ഇതിടുക, ഗ്രീൻ പീസ്. അതിൽ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുവാണേ. ഇത്തിരിയേ ഇടുന്നുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും ഇടുന്നില്ല. സാൻഡ്വിച്ച് ബ്രെഡിനൊക്കെ ഓൾറെഡി ഉപ്പുള്ളതല്ലേ. ഇത് വെന്ത് സാധനം തന്നെയാന്ന് തോന്നുന്നു, കവറിലേതല്ലേ, അപ്പൊ അത് വെന്തിട്ടുള്ളതാ. നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. മതി, ഇത് നമുക്ക് മാറ്റാം. ഞാൻ കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു ശകലം 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ഇത്ര ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് അരച്ചിട്ട് വരാം. ഞാൻ ഇതൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. അതുപോലെ തന്നെ ഞാൻ ഈ ക്യാരറ്റും ഇതിലിട്ട് അരച്ചെടുക്കാൻ പോണേ, ജാറിലിട്ട്. അതിലും ഞാനൊരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇതിൽ ഇത്തിരി പഞ്ചസാര അതിലിടാം. നിങ്ങൾക്ക് വേറെ ഫ്ലേവർ വല്ലതും വേണേ അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഇത് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇതിലേക്ക് ആ ഗ്രീൻ പീസ് അത് ഇട്ട് കൊടുക്കുവാണേ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചാൽ, അരയല്ല 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നാരങ്ങാനീര്. 1 ടീസ്പൂൺ തേങ്ങ, ഫ്രഷ് തേങ്ങ, നമ്മൾ ഇപ്പം തിരുമ്മിയെടുത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഞാൻ തന്നെ ആ ഗ്രീൻ പീസും അരച്ച് വെച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ബീറ്റ്റൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ നിങ്ങൾ ചേർക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, ഇതിനൊക്കെ ഉപ്പിട്ടാണ് സോട്ട് ചെയ്തെടുത്തത്. കുരുമുളക് പൊടി മതി, ഇതിന് മധുരം വേണ്ട. നമ്മൾ ഗ്രീൻ പീസിനും മധുരം ഇട്ടിട്ടില്ല, ഇതിനും ഇടുന്നില്ല. ഇതിൽ നാരങ്ങാനീര് വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ചേ ഉള്ളൂ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് അരച്ചെടുത്തിട്ട് വരാവേ. ഞാൻ ബീറ്റ്റൂട്ടും അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയ മയോണൈസാണേ, കാഷ്യൂം ബദാം വെച്ച് ഉണ്ടാക്കിയ മയോണൈസാണ്. അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ക്രീം ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. അളവൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതല്ല തൈര് വേണമെങ്കിൽ തൈര് ചേർക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം, അവരവരുടെ ഇഷ്ടമാണ്. ഒരു ഐഡിയ വന്നേ ഉള്ളൂ. നമുക്ക് അടുത്തത് എടുക്കാം. ഇതിലും നമ്മൾ ഇച്ചിരി മയോണൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ മയോണൈസിൻ്റെത് വീഡിയോ ഇട്ടേക്കാവേ. നമുക്ക് അങ്ങനെ എല്ലാത്തിലും മയോണൈസ് ഇടാം. എൻ്റെ ഈ ചീസ് ഇല്ല, ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇടാം. ക്രീം ചീസ് ഇല്ലേ, അത് ഇടാം. ക്യാരറ്റ് അതിലും ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നു. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ കോണുണ്ട്, കോണിലും ചേർത്ത് കൊടുക്കാം. നല്ല മഴയാണ് കേട്ടോ, ഭയങ്കര മഴ. ഇത്രേ ഉള്ളൂ, ഇത് ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ഞാൻ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് മുറിക്കട്ടെ. ഞാൻ ഇതിൽ ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. ഇതിന്റെ ഈ ഒരു പീസയിലും ഓരോ പീസയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് മതിയെങ്കിൽ സോസ് തേക്കാം. ഇഷ്ടമുള്ള കളർ തേച്ച് ഒഴിക്കാവേ. ബേസിലും ബട്ടർ വെച്ചെടുക്കാം. നമുക്ക് ഇതേലോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മേളിൽ നമുക്ക് അല്പം ബട്ടർ കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതേലോട്ട് ക്യാരറ്റിന്റെ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇഷ്ടമുള്ള കളറ്, നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയത്. എന്താല്ലേ, നമ്മൾ വേറെ പുറത്തുനിന്നുള്ള ഒന്നും ബ്രെഡ് അല്ലാതെ ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം. നമുക്ക് ഈ ബ്രെഡിന്റെ 2 സൈഡിലും തേച്ച് കൊടുക്കാം ബട്ടർ. ഈ സൈഡിൽ ഞാൻ ബട്ടറും മറ്റേ സൈഡിൽ ഞാൻ ഇത്തിരി അല്പം സോസുമാണ്. ഈ സൈഡിൽ ഇത്തിരി സോസാണ് വെച്ച് കൊടുക്കുന്നത്, ടൊമാറ്റോ സോസ്. അല്ല നമുക്കൊരു പുളിപ്പും മധുരവും എല്ലാം കിട്ടുമല്ലോ. ഈ സോസിന്റെ മേളിൽ നമ്മുടെ ഗ്രീൻ പീസിന്റെ ക്രീം ഇട്ട് കൊടുക്കുക. അടുത്ത ബ്രെഡിൽ ഈ സൈഡിൽ സോസ് വെച്ച് കൊടുക്കാം. മറു സൈഡിൽ ബട്ടറും തേച്ച് കൊടുക്കാം. നമ്മുടെ ബട്ടർ ഇച്ചിരി മെൽറ്റ് ആവാനുണ്ടായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണേ, അതാ. ഇനി നമുക്ക് ഇത് വയ്ക്കാം, നമ്മുടെ സ്വീറ്റ് കോണിന്റെ. ഇനി നമുക്ക് ഈ സൈഡിൽ ബട്ടർ വെച്ച് കൊടുക്കാം. 2 സൈഡിലും ബട്ടർ വെച്ച് കൊടുക്കാം.
ഇതിൽ വേണമെങ്കിൽ അല്പം മയോണൈസും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് വെച്ച് കൊടുക്കുന്നില്ല. നമ്മുടെ റെയിൻബോ സാൻഡ്വിച്ച് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ വെജിറ്റേറിയൻ റെയിൻബോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.